1500 BC-ക്കും 600 BC-ക്കും ഇടയ്ക്കുള്ള ആര്യ കാലഘട്ടത്തെ ഏർലി വേദിക് പീരീഡ് എന്നും ലേറ്റർ വേദിക് പീരീഡ് എന്നും തരംതിരിച്ചതിൽ കാരണങ്ങൾ പലതാണ്. ഈ രണ്ട് കാലഘട്ടങ്ങളിലെയും ആചാരാനുഷ്ഠാനങ്ങളും സമൂഹവും ഭരണവ്യവസ്ഥയും ജാതിവ്യവസ്ഥയും സമൂഹത്തിലെ സ്ത്രീകളുടെ സ്ഥാനമാനങ്ങളിലും വളരെ വലിയ വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 1000 BC-ക്കും 600 BC-ക്കും ഇടയ്ക്കുള്ള കാലഘട്ടമായ ലേറ്റർ വേദിക് പീരീഡിൽ ആര്യന്മാർ സപ്തസിന്ധു എന്ന പഞ്ചാബ് പ്രദേശത്തു നിന്നും ഗംഗാനദിയുടെ തീരത്തേക്ക് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് കാട് വെട്ടിത്തെളിച്ച് കുടിയേറുകയും ആര്യാവർത്തനം എന്നറിയപ്പെടുന്ന ഈ കുടിയേറ്റത്തിനു ശേഷം ഗംഗാനദിയുടെ തീരത്തുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണിൽ ഇരുമ്പ് കൊണ്ടുള്ള കലപ്പ് ഉപയോഗിച്ച് കൃഷി ആരംഭിക്കുകയും അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന ആര്യന്മാർ ഇതിലൂടെ സെറ്റിൽഡ് ലൈഫ് ആരംഭിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ വിളവ് വർദ്ധിക്കുകയും അവരത് കച്ചവടം ചെയ്യാൻ തുടങ്ങുകയും അതിനാൽ കച്ചവട കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ നഗര രൂപീകരണത്തിനും ഇത് കാരണമായി. ഇത്തരത്തിലുള്ള നഗരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് രാജഗ്രഹ, സ്രവാഷ്ടി, വൈശാലി, ബനാറസ്, കുശിനഗര, കൗസംബി തുടങ്ങിയവ. കച്ചവട കേന്ദ്രങ്ങൾ പതിയെ വളർന്ന് നഗരങ്ങളായും പല നഗരങ്ങൾ കണക്ട് ചെയ്ത് ട്രേഡ് റൂട്ട്സ് ഉണ്ടായി. ഇത്തരത്തിൽ നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടപ്പോൾ കുറെ നഗരങ്ങൾ ചേർന്ന് ഭൂപ്രദേശമാവുകയും ഒരാളുടെ അധികാരത്തിന് കീഴിലേക്ക് ഇവ മാറുകയും ഇത്തരത്തിൽ ഈ പ്രദേശങ്ങൾ ജനപദ എന്ന പേരിൽ അറിയപ്പെടുകയും പിൽക്കാലത്ത് ജനപദകൾ ചേർന്ന് മഹാജനപദങ്ങളും രൂപപ്പെട്ടു. രണ്ട് തരത്തിലുള്ള മഹാജനപദങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. ഗംഗാ നദീതീരത്തുള്ള മഹാജനപദയും ഹിമാലയൻ മലനിരകൾക്ക് കീഴിലുള്ള മഹാജനപദയും. ഗംഗാ നദീതീരത്തുള്ള ജനപദയുടെ തലവൻ കിങ് ആയിരുന്നു. ഈ പദവി പിൽക്കാലത്ത് പാരമ്പര്യമായി തുടരുകയും ചെയ്തു. ഇവിടുത്തെ രാജാവ് കൂടുതൽ ശക്തനായിരുന്നു. സ്വന്തമായി സൈന്യത്തെയും വിന്യസിച്ചിരുന്നു. മറ്റു മഹാജനപദങ്ങളുടെ ടെറിട്ടറീസ് പിടിച്ചെടുക്കാനും നിലനിൽപ്പിനായി ഇവർക്ക് ഒരുപാട് യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. അതിനാൽ തന്നെ ചിലവുകളും കൂടുതലായിരുന്നു. നിർബന്ധിത നികുതിയുടെ തുടക്കം അങ്ങനെയാണ് മഹാജനപദകളുടെ കാലത്ത് തുടങ്ങുന്നത്. എന്നാൽ ഹിമാലയൻ മലനിരകൾക്ക് കീഴിലുള്ള മഹാജനപദയിൽ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. ഗണസംഘ എന്നറിയപ്പെടുന്ന ഈ സിസ്റ്റം കുറെ ഗണയുടെ സംഘമായിരുന്നു. ഇവിടെ ഒരു പ്രത്യേക നേതാവ് എന്ന പദവിക്ക് പകരം ഒരുപാട് നേതാക്കന്മാരുടെ കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 16 മഹാജനപദങ്ങൾ അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. അവിടുത്തെ രാജാക്കന്മാർ ക്യാപിറ്റൽ സിറ്റിയിൽ പ്രത്യേക മതിലുകളോ കോട്ടകളോ നിർമ്മിച്ച് ആ സംരക്ഷണ വലയത്തിനുള്ളിലായിരിക്കും താമസിക്കുക. ഇത് മറ്റു മഹാജനപദങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെ തടയാനും ഇത്തരത്തിലുള്ള വലിയ മതിലുകളും കോട്ടകളും രാജാവിന്റെ സമ്പത്തിനെയും സൂചിപ്പിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ സാധന കൈമാറ്റത്തിനായി നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഏകദേശം 3-ാം സെഞ്ചുറിയോടെ മൗര്യ സാമ്രാജ്യം ഉയർന്നു വരുന്നതുവരെ മഹാജനപദങ്ങൾ പരസ്പരം പോരാടുകയും അതിജീവിക്കുകയും ചെയ്തു പോന്നു. ഈ കാലഘട്ടത്തിൽ യാഗങ്ങളും മൃഗബലിയും കൂടുതലായതിനാൽ ബ്രാഹ്മണ മേധാവിത്വം ഉയർന്നുകൊണ്ടേയിരുന്നു. ഇതുമൂലം താഴേക്കിടയിലെ ജനങ്ങളായ വൈശ്യരും ശൂദ്രരും ഒരുപാട് പൊറുതിമുട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വൈശ്യരും ശൂദ്രരും വൻതോതിൽ മറ്റു മതങ്ങളായ ജൈനമതത്തിലേക്കും ബുദ്ധമതത്തിലോട്ടുമൊക്കെ ആകർഷിക്കപ്പെടുന്നത്. കേരള PSC, SSC, CAS, UPSC എക്സാംസിൽ ഇമ്പോർട്ടൻ്റ് ആയ ഈ ടോപ്പിക്സും മറ്റു ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്യാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.